ഷമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കുറച്ച് കൊഴുവാണ് എടുത്തിട്ടുള്ളത്. കൊഴുവ നമ്മൾ പീര വറ്റിക്കാനാണ് പോകുന്നത്. അത് നമ്മൾ നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ പീര വറ്റിക്കാനായിട്ട് നമ്മൾ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ ഇല്ലാത്തവർ പൂളി ചേർത്താൽ മതി. കുറച്ച് ഉപ്പുമാങ്ങയാണ് കേട്ടോ ഇത്. കുറച്ച് ഒരു സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി നമ്മൾ വയ്ക്കുമ്പം പറയുന്നതായിരിക്കും. പോവാം വീട്ടിലേക്ക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ കറികളൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ വെച്ചോളാം. ഇട്ട് കൊടുക്കാം, വേപ്പില ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം, സവോള ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ കറി വയ്ക്കുമ്പം അതിൽ ചേർക്കുന്ന ചേരുവയാണ് നമ്മുടെ കറിക്കായാലും എന്ത് സാധനങ്ങളൊക്കെയായാലും അതിൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉള്ളി സവോളയൊന്നും കുറയ്ക്കൊന്നും വേണ്ട. ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി. 2 സൈസ് ചേർക്കണമെന്നൊന്നുമില്ല. നമ്മൾ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയരുത്. നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ ഈ ഒരു ലെവലിൽ എടുക്കണം കേട്ടോ. കൂടുതൽ അരയേ വേണ്ട, ഇത്തിരി ഒന്ന് ചതഞ്ഞ് കിട്ടണം. രണ്ടും കൂടി നമുക്കൊന്ന് വഴറ്റാം. അരപ്പിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിനി ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേ വെള്ളമൊന്നും നമുക്ക് ഒഴിക്കണ്ട കേട്ടോ. ഞാൻ അരച്ച ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പുമാങ്ങ ആയതുകൊണ്ട് നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്താൽ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങയ്ക്ക് ഉപ്പുള്ളതാണ്. ലേശം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ഇത്തിരി ഉപ്പ് വേണമല്ലോ, ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലേശം ചേർത്താൽ മതി കേട്ടോ. കുറച്ച് ചേർത്തിട്ടുള്ളൂ. മാങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് മാങ്ങയൊക്കെ എടുത്ത് അതുപോലെ ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വർഷക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് കറിയൊക്കെ വയ്ക്കാം. അങ്ങനെ എല്ലാവരും ഒന്ന് അടുത്ത പോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, ചെയ്യാത്തവരുണ്ടെങ്കിൽ. മീൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതിന് കൊഴുവെന്നാണ് പറയുക. പിന്നെ പല സ്ഥലങ്ങളും പല പേരുകളായിരിക്കും. കൊഴുവ, ചൂട, നെത്തോലി, അങ്ങനെ പല പേരുകളുണ്ടല്ലോ. കൊടുക്കാം. ഇത് ആദ്യം വേവുള്ള മീനൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നോക്കാം, ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കൂടുതൽ ഇളക്കരുത് കേട്ടോ, ഇങ്ങനെ പൊടിഞ്ഞ് പോവും. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ആരെങ്കിലും കാണുന്നതെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കൊന്ന് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പുണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ ഉപ്പിടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അപ്പോൾ നമ്മളെ കറികളൊക്കെ കാണുന്നവർ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. കമൻറ്റുകൾക്കൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഓരോരുത്തരും കമൻറ്റ്, നമുക്ക് കമൻറ്റൊക്കെ ആവശ്യമുള്ളതാണ്. എല്ലാവരും ഒന്ന് പൊട്ടായാലും നല്ലതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഞാൻ റെഡി ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു മണമാണ്. അപ്പം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.